ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ചന്ദ്രനഗർ സർക്കിളിൻ്റെ അടുത്ത് കേട്ടോ. ഈ സർക്കിളിൻ്റെ അടുത്ത് നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിക്ക് നമ്മൾ വന്നിരിക്കുന്നത്. പലരും പി ജിക്ക് പറ്റിയ മാതിരി ഇതിനൊക്കെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. ഇത് സേലം കൊച്ചിൻ ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പി ജിക്ക് ഇതിൻ്റെ അടുത്ത്, കാരണം ഇവിടെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സെൻറ്ററുകളും എല്ലാം സ്കൂളുകളും ഒക്കെ അടുത്തായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ പി ജിക്ക് പറ്റിയ പോലെയോ ഇല്ലെങ്കിൽ നല്ലൊരു വീടോ നോക്കുന്ന ആൾക്കാർ, അതിന് പറ്റിയൊരു പ്രോപ്പർട്ടി നമ്മുടെ വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് പറ്റിയൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഈ ഹൈവേ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. നമുക്കൊന്ന് പോയി കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഈ വീട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചന്ദ്രനഗർ ലൊക്കേഷൻസിൻ്റെ അവിടെ നിന്ന് വന്ന് നോക്കിയാണ് ഏകദേശം പറയാം. ചുറ്റുവട്ടം നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇതാണ് പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാം ഹൈവേ. ഓക്കെ, ആ ഫ്ലൈ ഓവർ പോകും. ഞാൻ ഇപ്പോൾ അവിടെ നിന്നാണ് നടന്നു വന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്കൊരു വലിയൊരു കാർ കയറ്റി നിർത്താനുള്ള ഇതുണ്ട് കേട്ടോ, ഒരു ഷെഡുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 വീടായിട്ട് നമുക്കതിന് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, പി ജിക്ക് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി. ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഈ വഴിക്ക് ഈ ഒരു സ്റ്റെയർ കേസ് വഴി വേണമെങ്കിൽ മേലെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചുറ്റുവട്ടുള്ള സ്ഥലവും നമുക്ക് നോക്കാം ആദ്യം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി. ഇതിൽ വരുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഹൈവേ എന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊന്ന് കാണാം. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ബാക്കിലേക്കുള്ള ഒരു വഴി കേട്ടോ. ഇതാണല്ലേ, ഇവിടെ ആ കാർ ഷെഡിലോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. അതാണ് കാർ ഷെഡ് കേട്ടോ. ഒരു വലിയ കാർ നിർത്താനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇങ്ങനൊരു പ്രോപ്പർട്ടികൾ ഇത്രയും സ്ഥലങ്ങളുള്ളത് കേട്ടോ. ഇപ്പോൾ ആ വഴിക്ക് വരുന്ന ആൾക്ക് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറാം. ഈ ഒരു സിംഗിൾ ബെഡ്റൂമുള്ള ഒരു ഇതാണ്, ഒന്നില്ലെങ്കിൽ സെർവൻറ്റ് ക്വാർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനുള്ളതാണ്. പിന്നെ താഴെയുള്ള വീട് വന്നിട്ട് 3 ഫേസ് ആണ്. ഇപ്പോൾ 3 വീട് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ കത്തിക്കാനൊക്കെ ആയിട്ട് കച്ചറ കത്തിക്കാനായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ഇത് വന്ന് സിംഗിൾ ഫേസ് ആണ്. പിന്നെ മേലെ ടോപ്പിലുള്ള ഫ്ലോറും വന്നിട്ട് സിംഗിൾ ഫേസ് ആണ്. താഴെയുള്ള വീട് വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് കേട്ടോ. ഇതാണ്. പിന്നെ ചുറ്റുവട്ടം നമുക്ക് ഇങ്ങനെയാണ് നടക്കാനുള്ള സ്പേസുകളോടെയൊക്കെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ വഴിക്കും ചുറ്റും പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇതിവിടെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെ ഉണ്ട്. വാഷ്റൂം കണ്ടല്ലേ, കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ചുറ്റുവട്ടവും വീട്ടിന് ചുറ്റും നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് നടക്കാൻ പറ്റില്ല, പക്ഷേ നടക്കാനുള്ളതുണ്ട്. പിന്നെ നല്ലൊരു കിണറുണ്ട്. വാഷ്റൂം ഇതാണല്ലേ, നല്ല അടിപൊളി വെള്ളമുള്ള നല്ല വലിയൊരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും ഇവിടെ ബ്ലോക്കാണ് കേട്ടോ. ചുറ്റുവട്ടം നടക്കാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇങ്ങനൊരു സ്പേസാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ബാക്കിലായിട്ട് ഇവിടെ ഒരു തുളസി തറയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഓക്കെ, അല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു പ്ലാവ്, അതുപോലെ ഇവിടെ ഇതൊക്കെ ഷീറ്റൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് വള്ളിയൊക്കെ ആയിരുന്ന പോലെ കുറേ കറ്റാർവാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ, ഇവിടെ ഒരു വലിയൊരു നാരങ്ങ മരം വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വീട്ടിനകമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വീട്ടിൻ്റെ അകവശങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് ഇവിടെയും നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ വഴി വെളിയിലോട്ട് പോകാം. അതാണ് 3 നമ്പറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടല്ലേ, ഇവിടെ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഹൈവേ കാണുന്നുണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട്. നല്ലതായിട്ടാണ് ഇപ്പോഴൊരു കുഴപ്പമില്ലാത്ത നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. നമുക്ക് കയറി വഴിക്ക് കിട്ടുന്ന വിശാലമായിട്ടുള്ള ഹാളാണ്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ലിവിങ് റൂമായിട്ട് ഇവിടെ പാതിക്ക് സെറ്റ് ചെയ്താൽ ബാക്കിയുള്ള ഡൈനിങ് സ്പേസ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ കാണുന്നത് പൂജാ റൂമാണ് കേട്ടോ. ഒരു പൂജാ റൂമുണ്ട്, കണ്ടല്ലേ, അതവിടെ ഭഗവാന്റെ ടൈൽസും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ചുറ്റോട്ട്. അപ്പോൾ ഇതൊരു പൂജാ റൂമാണ്. ഇവിടെ നമുക്ക് ഇതിനോട് ചേർന്നിട്ട് ഞാൻ ഇവിടെ വേണമെങ്കിൽ പകുതിക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കർട്ടൻ, അവിടെ ഒരു കർട്ടൻ ഉണ്ടാണെങ്കിൽ ഇതിനെ ഡൈനിങ് ഹാളായിട്ടും ഇതിനൊരു ഹാളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെ ഉണ്ട് കേട്ടോ.
കണ്ടില്ലേ, നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം 12-ക്ക് 12, 13-ക്ക് 12 പറയാം, 13-ക്ക് 13 ആവും. അത്രയും വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഇതിൻ്റെ മേലെ കൂടെ ഒരു കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് പഴയ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ ടൈൽസ് ഇട്ടിട്ടില്ല, മൊസൈക്കാണ്. ഇതും ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതിൽ കുറച്ച് പണികളുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഒരു PG ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹൈവേന്ന് ഇത്രയും അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി, അത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് പറ്റിയൊരു ഏരിയയാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിലൊക്കെ അത്യാവശ്യം വർക്ക് നമുക്കിപ്പോൾ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റണം. പക്ഷെ വീടിന് ഇവർ വില പറഞ്ഞിട്ടില്ല, അതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. വീട് ശരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. സ്ഥലത്തിൻ്റെ പ്രൈസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഭാഗത്തും ടൈൽസ് ഇല്ല, മൊസൈക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചണിൻ്റെ സ്പേസ് വരുന്നത് കേട്ടോ. അപ്പോൾ കിച്ചൺ ആണല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെ. എല്ലാ റൂമുകളും നല്ല വലുപ്പത്തിലാണ്. പക്ഷെ ഇതൊക്കെ കൊടുത്തിരിക്കാൻ മൊസൈക്കാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു അമ്മിക്കല്ല് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പത്രം കഴുകാനുള്ള ഒരു പ്രത്യേകതരം വാഷ് ബേസിനും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പഴയ വീടാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. ചെറിയൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും എല്ലാത്തിനുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും എല്ലാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെളിയിൽ നമ്മൾ അപ്പുറേ കണ്ട തുളസിത്തറ, ഈ വഴിക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ വഴിക്ക് നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്കിങ്ങനെ തുറക്കാനായിട്ട് ഒരിത് വെച്ചിട്ടുണ്ട്. എല്ലാവിടെയും നെറ്റ് മോസ്കിറ്റോ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് താഴെ വീട്ടിനകത്ത് ഉള്ള കാര്യങ്ങൾ. നല്ല വിശാലമായിട്ടുള്ള ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോകാം കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പറഞ്ഞാൽ നമുക്ക് വെളിയിലൂടെ തന്നെ പോകാൻ പറ്റും. വെളിയിലൂടെയും സ്റ്റെയർ കേസ് ഉള്ളത്. അപ്പോൾ 2-3 വീടായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്ത് കിട്ടും. ഈ വഴിക്ക് നേരെ മേലെ കയറുക അല്ല, വെളിയിലൂടെ തന്നെ സ്റ്റെയർ കേസ് കൊടുത്ത് തന്നെ ഉണ്ട്. 2 വീടോ 3 വീടായിട്ട് കറക്റ്റ് നമുക്ക് 2 സ്റ്റെയറും ഉണ്ട്. ഇപ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മൾ കണ്ടു, അതേപോലെ ആ സൈഡും സ്റ്റെയറുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും വണ്ടികളൊക്കെ അവിടെ പോകണം, കണ്ടല്ലേ. ജസ്റ്റ് അതാ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ വണ്ടി പോകണം. ഇത്രയും അടുത്തായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു റൂം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂം തന്നെയാണ്, ഒരു ബെഡ്റൂമാണ്. ഓഫീസ് റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ PG നടത്തുന്ന ആൾക്ക് ഇവർക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂമാക്കി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് താഴെ കണ്ട അതേപോലെ ആളാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഇല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മേലെ നല്ല കംപ്ലീറ്റ് അതേ സ്പേസിൽ ഇവിടെയും ഒരു വാഷ് ബേസിന് അതേ ഇത് നമുക്ക് ഇവിടെയും പാതിയാക്കിയിട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ താഴെയുള്ള അതേ സൈസിൽ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം. അപ്പോൾ താഴെ നമ്മൾ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഓഫീസ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് മേലെ ഇതിൽ കാണിക്കുക. 2 ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാ ബുക്കുകളൊക്കെ നന്നായി വായിക്കുന്ന ആളാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമാണുള്ളത്. ഓക്കെ, ഇവിടെ എല്ലാ വേദങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഇത്രയും ബുക്കുകളൊക്കെ കാണുന്നത്. വേദങ്ങളുടെ ബുക്കുകൾ. ഓക്കെ, ഇഷ്ടം പോലെ ബുക്കുകളാണ് കേട്ടോ. നല്ല ബുക്ക് വായിക്കുന്ന ആളാണ്. ഇവിടെ കണ്ടല്ലേ, ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഈ കിച്ചൺ ഏരിയ താഴെ നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ്. പക്ഷെ അത് വേറൊരു സ്റ്റൈലിൽ, ഇവിടെ വേറൊരു സ്റ്റൈലിൽ, അത്രേ ഉള്ളൂ. ഇവിടെ കിച്ചൺ. ഓക്കെ, നമ്മുടെ വാഷ് ബേസിൻ ഏരിയ എല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ഇവിടെ ഒരു നീളിമാരി, ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റും ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസോ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇതിപ്പോൾ 2 വീടായി നമ്മൾ കണ്ടു. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ആണല്ലേ, അപ്പോൾ താഴത്തുള്ള അതേ സ്പേസ് ഇവിടെ മേലെയുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു ബെഡ്റൂമോട് വിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേണമല്ലേ, അത് നമുക്ക് കാണിച്ചു തരാം. അതിന് നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെയാണ് പോകണം. ഈ വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഗ്യാപ്പും കാര്യങ്ങളും വരുന്നത്. ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ
നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കണ്ടില്ലേ, അതിതാണ് കേട്ടോ. ഇവിടെ നമുക്ക് സെർവൻറ്റ് ക്വാർട്ടറായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം, സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കിടക്കുക, കാര്യങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ളൊക്കെ ഒരു സൈഡ് വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ ഇതും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ചുറ്റും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ താമസിക്കാനോ ചെറിയൊരു ഫാമിലിക്ക് ഇവിടെ ഒരു ബെഡ് ഇടാം. ഇവിടെ അവരുടെ മിഷനും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെക്കാം. കുക്കിങ്ങിനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്തെടുക്കാവുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കി അറിയാം ചെറിയൊരു ദൂരമുള്ളൂ. ഇനി ഇതിലേക്ക് സെപ്പറേറ്റ് കയറി വരാനുള്ള ഒരു സ്റ്റെയർ കേസാണിത്. അവർക്ക് എൻട്രി ആകാനുള്ള ഒരു ഗേറ്റും ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഓക്കെ, ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. കുറച്ച് പണികളുണ്ട്, പക്ഷേ വീട് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ പണികളിലൊക്കെ നമ്മൾ ഫ്രീ ആണെന്ന് തന്നെ കരുതുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വഴിക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലേക്ക് പോവാം. ഓക്കെ, ടോപ്പ് ടെറസിൻ്റെ മേലേക്ക് കയറിയ അപ്പോൾ ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. ഇത്രയും അടുത്താണ് നമുക്ക് സർക്കിളും ചന്ദ്രനഗറും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റണം, കാരണം അതിലൊക്കെ കുറച്ച് ഓട്ടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ താഴെ നമുക്ക് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം കണ്ടില്ലേ, വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ടൗണിനകത്ത് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ മൊത്തം കണ്ടല്ലോ, വീടെല്ലാം കണ്ട് മനസ്സിലാക്കിയല്ലോ. 7.9 സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്തുള്ളത്. 2400 സ്ക്വയർ ഫീറ്റിലുള്ള വീട്. 3 വീടായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വീട് 3 ഫേസ്, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ഫേസ് ആണ്, ബാക്കി 2 സിംഗിൾ ഫേസിലാണുള്ളത്. ഇതിൽ 2 തെങ്ങുണ്ട്, ഒരു പ്ലാവുണ്ട്, ഒരു ലെമണിൻ്റെ മരമുണ്ട്, നല്ലൊരു ഓപ്പൺ ബെല്ലുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മേലെയുള്ള ഈ ഒരു ഏരിയ വന്നിട്ട് നല്ല ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും PGയോ പേയിങ് ഗസ്റ്റിന് താമസിക്കാൻ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ്. കാരണം മെയിൻ ഹൈവേ, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് സേലം കൊച്ചിൻ ഹൈവേൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു 40 മീറ്റർ 50 മീറ്റർ തേച്ചുണ്ടാവില്ല, അത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക്. അതുപോലെ തന്നെ പേയിങ് ഗസ്റ്റിനോ അല്ലെങ്കിൽ ഒരു PG ആയിട്ടോ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട്. അതുപോലെ KSRTC പാലക്കാടേക്ക് നോക്കുമ്പോൾ ഒരു 4.5 കിലോമീറ്റർ, ലുലു മാളിലേക്ക് ഒരു 5.5 കിലോമീറ്റർ ഉണ്ടാവും, ഒലോക്കോട് ജംഗ്ഷനിൽ നോക്കുമ്പോൾ ഒരു 5.5 കിലോമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലുകളായാലും കോളേജുകളായാലും ഹൈവേ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് കിട്ടുന്നു. ഈ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഇവിടെ ടാങ്കിലേക്ക് പോകാൻ പറ്റും കേട്ടോ. സിമെൻറ്റിൻ്റെ ഒരു ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ താഴത്തെ ബാത്റൂമൊക്കെ ഇല്ല, അതിൻ്റെ മുകളിലായിട്ടാണ് വലിയ ഒരു 3000 ലിറ്ററിൻ്റെ ഒക്കെ മേലേക്ക് വരുന്നൊരു ടാങ്ക് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ അതിന് കാര്യത്തിനൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം കണ്ടല്ലേ, ഇത് ഓപ്പൺ ചെയ്തതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. വലിയൊരു ടാങ്ക് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ സോഴ്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു ടാങ്കാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് കാര്യം സെറ്റ് ചെയ്യാനും എളുപ്പമാണ്. കണ്ടല്ലേ, അടുത്തൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സെൻറ്റിന് 15 ലക്ഷം രൂപയാണ്. അപ്പോൾ 7.9 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ 15 ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ നെഗോസിയേഷനൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.